ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നോക്ക് ദ റെസിപ്പീസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സ്മൂത്തി റെസിപ്പിയുമായിട്ടാണ്. സൂപ്പർ ഹെൽത്തിയും ഒപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ റാഗി സ്മൂത്തിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസിലേക്ക് പോകും മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം വീഡിയോ മുഴുവനായും കണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇൻഗ്രീഡിയൻസ് നോക്കാം. 1.5 ടേബിൾ സ്പൂൺ റാഗി അല്ലെങ്കിൽ ഫിംഗർ മില്ലറ്റ് നന്നായി കഴുകി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണിത്. ഇതിന് പകരം റാഗി പൊടി ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. മുത്താറി, പഞ്ഞപ്പുല്ല്, കുവരക് എന്നൊക്കെ പേരുകളിലും റാഗി അറിയപ്പെടും. ഇനി അടുത്തതായി 3 ഈന്തപ്പഴം നന്നായി കഴുകി കുരു കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. മെജൂൾ ഡേറ്റ്സ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല സോഫ്റ്റ്നെസ് ഉള്ള ഡേറ്റ്സ് ആണ്, അതുകൊണ്ട് സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ വേഗം അരഞ്ഞു കിട്ടും. നിങ്ങളുടെ കയ്യിൽ വേറെ ടൈപ്പ് ഡേറ്റ്സ് ആണെങ്കിൽ നന്നായി കഴുകിയ ശേഷം കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് യൂസ് ചെയ്താലും മതി. പിന്നെ 15 ബദാം ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്തതായി 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ്, 2 ടീസ്പൂൺ ചിയ സീഡ് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് യൂസ് ചെയ്യുന്നത്. ഇനി സ്മൂത്തി ഉണ്ടാക്കിയ ശേഷം ടോപ്പിംഗ്സിനായി 1 ടീസ്പൂൺ പംകിൻ സീഡും 1 ടീസ്പൂൺ കപ്പലണ്ടിയും എടുത്തു വെച്ചിട്ടുണ്ട്. ചിയ സീഡും ഫ്ലാക്സ് സീഡും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയും ഈ സ്മൂത്തി തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ ഈ സ്മൂത്തിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ ഈ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആദ്യം നമുക്ക് റാഗി ഒരു ചെറിയ മിക്സിയുടെ ജാറിൽ 3/4 ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ല ഫൈനായി അരച്ചെടുക്കണം. ഇനി ഈ അരച്ചെടുത്ത റാഗി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കഴുകിയെടുത്ത ശേഷം ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് 2 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കുറുക്കിയെടുക്കണം. റാഗി കുറുക്ക് ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് അറിയാം, വെറും 5 മിനിറ്റിൽ തന്നെ ഇത് കുക്കായി കിട്ടുന്നതാണ്. ഇത് പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് സ്റ്റവ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൈയെടുക്കാതെ തന്നെ നന്നായി മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. റാഗി ഇതുപോലെ തിളച്ച് ബബിൾസ് ഒക്കെ വന്നാൽ ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് നന്നായി ചൂടാറാനായി വെയിറ്റ് ചെയ്യാം. ഇതാ ഞാനിവിടെ റാഗി നന്നായി ചൂടാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഈ റാഗിയോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡേറ്റ്സും ബദാമും ഫ്ലാക്സ് സീഡ്സും 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ല ഫൈനായി അരച്ചെടുത്തിട്ട് വരാം. ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായി അരച്ചെടുത്ത ഈ സ്മൂത്തി നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് പകർത്താം. അതിനു മുന്നേ ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് 2-3 ഐസ് ക്യൂബ്സും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിയ സീഡ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പോമഗ്രാനൈറ്റ് സീഡ്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. പോമഗ്രാനൈറ്റ് ഇല്ലെങ്കിൽ ആപ്പിൾ വളരെ ചെറുതായി അരിഞ്ഞതായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ സ്മൂത്തിക്ക് ഫ്രൂട്ട്സിന്റെ ഗുണങ്ങൾ കൂടി ആഡ് ഓൺ ചെയ്ത് കിട്ടുന്നതിനാണ് ഇങ്ങനെ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന സ്മൂത്തി ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ടോപ്പിംഗ് ആയി നമ്മുടെ പംകിൻ സീഡും കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പംകിൻ സീഡ് ഇല്ലെങ്കിൽ കപ്പലണ്ടി മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇങ്ങനെ ഫ്രൂട്ട്സും നട്ട്സും സീഡ്സും ഒക്കെ വെച്ച് ടോപ്പിംഗ്സ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്മൂത്തി കുറച്ചുകൂടി ഹെൽത്തിയുമാകും. ഒപ്പം സ്മൂത്തി കഴിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ ഹെൽത്തി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറഞ്ഞാൽ തീരാത്ത അത്രയും ഉണ്ട്. കാരണം എന്താ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ റാഗി കാൽഷ്യത്തിന്റെയും പ്രോട്ടീൻസിന്റെയും ഒരുപാട് മിനറൽസിന്റെയും വൈറ്റമിൻസ് ഡിയുടെയും ഒക്കെ ഒരു കലവറ തന്നെയാണ്. എല്ലുകളുടെ ആരോഗ്യത്തിനും പ്രമേഹം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും അയൺ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് വിളർച്ച ഇല്ലാതാക്കാനും ഫൈബർ ഒരുപാട് ഉള്ളതുകൊണ്ട് നല്ല ദഹനത്തിനും ഫീഡിംഗ് മദേഴ്സിന് പാൽ നന്നായി ഉണ്ടാകാനും സ്ട്രെസ് കുറയ്ക്കാനും പേശികളുടെ ആരോഗ്യത്തിനും എന്തിന് യുവത്വം നിലനിർത്താൻ പോലും റാഗി സ്ഥിരമായി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ സാധിക്കുന്നതാണ്. പിന്നെ ഇത് എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നൽകുന്ന ഒരു ധാന്യം കൂടിയാണ്. പിന്നെ ഇതിൽ നമ്മൾ ആഡ് ഓൺ ചെയ്തിരിക്കുന്ന എല്ലാ സീഡ്സും നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഈ റാഗി സ്മൂത്തിക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്മൂത്തി ട്രൈ ചെയ്ത് നോക്കി ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റും ലൈക്കും മറക്കില്ലല്ലോ. അതോടൊപ്പം ഈ ഒരു ഹെൽത്തി സ്മൂത്തി റെസിപ്പി അറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.